ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024-25 നടന്ന ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിയതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സാം ആണല്ലേ അത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഈ ഒരു പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. സ്കൂൾ സ്റ്റോറിലേക്ക് 22 രൂപ വീതം വിലയുള്ള 120 നോട്ട് ബുക്കുകൾ വാങ്ങി. അതിൽ കുറച്ച് 3 ക്വസ്റ്റ്യനായിട്ട് തന്നിട്ടുണ്ട്. ആകെ എത്ര രൂപ ചിലവായി? അതുപോലെ രമ ഈ നോട്ട് ബുക്കുകളിൽ 30 എണ്ണം ഒന്നിന് 24 രൂപ കൊടുത്ത് അവളുടെ ക്ലാസ്സിലേക്ക് വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 30 × 24 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് താഴെ കുറച്ച് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുക, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു നോട്ട് ബുക്കിൻ്റെ വില തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 22 രൂപയാണ്. അതുപോലെ എത്ര നോട്ട് ബുക്കുകളാണുള്ളത്? 120 എണ്ണമാണ് അല്ലേ. നോട്ട് ബുക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 120 ആണ്. അങ്ങനെയാണെങ്കിൽ ആകെ നോട്ട് ബുക്കുകളുടെ വില അല്ലെങ്കിൽ എത്ര രൂപ ചിലവായി എന്ന് എങ്ങനെയാണ് കാണുക? 120നെ 22 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോഴല്ലേ നമുക്ക് നോട്ട് ബുക്കുകളുടെ വില മൊത്തം എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുക. 120നെ 22 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഗുണിക്കുക? ഗുണിക്കാൻ നമ്മളൊരു എളുപ്പ വഴി പഠിച്ചിട്ടില്ലായിരുന്നോ? എങ്ങനെയാണ്? 120നെ 22 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള 120 എന്നുള്ളതിനെ 100 + 20 എന്ന് എഴുതാലോ. 100ഉം 20ഉം കൂട്ടിയാൽ 120 അല്ലേ. അപ്പോൾ 100 + 20 ഗുണിക്കണം 22 എന്ന് എഴുതാൻ പറ്റൂലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ബ്രാക്കറ്റിലുള്ള 2 സംഖ്യ, അതായത് 100ന് 22 കൊണ്ട് ഗുണിക്കണം, പിന്നെ 20ന് 22 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 100 × 22 + 20 × 22 എന്ന് എഴുതാം. ഇനി സുഖമല്ല, 22നെ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 22ക്ക് 22 എഴുതിയിട്ട് 2 0 ഇട്ട് കൊടുക്കുക അല്ലേ. 2200 എന്ന് കിട്ടും. അതുപോലെ 20നെ 22 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാലോ 2നെ 22 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. 2 22 എത്രയാണ്? 44 ആണ്. അതിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 440 എന്നും കിട്ടും. ഇനി നമ്മൾ 2200ഉം 440ഉം കൂടി കൂട്ടി എഴുതുക അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 200ഉം 440ഉം എത്രയാണ്? 640 ആണ്. അപ്പോൾ 2640 എന്ന് കിട്ടും അല്ലേ. 2200ഉം 440ഉം കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 2640 ആണ്. അപ്പോൾ എന്താണ്? 2640 രൂപ എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റൂ അല്ലേ. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? രമ ഈ നോട്ട് ബുക്കുകളിൽ 30 എണ്ണം ഒന്നിന് 24 രൂപ കൊടുത്ത് അവളുടെ ക്ലാസ്സിലേക്ക് വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. രമ വാങ്ങിയ നോട്ട് ബുക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് 30 ആണ്. അതുപോലെ ഒരു നോട്ട് ബുക്കിന് കൊടുത്ത വില എത്രയാണ്? 24 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആകെ എത്ര രൂപയായിട്ടുണ്ട് അല്ലേ. ആകെ വില എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? 24 × 30 കാണാണ് വേണ്ടത് അല്ലേ. ഒരു നോട്ട് ബുക്കിൻ്റെ വില 24 രൂപയാണ്. ആകെ പിന്നെ വാങ്ങിയ നോട്ട് ബുക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് 30 ആണ്. അപ്പോൾ വില കാണാൻ എന്താ ചെയ്യേണ്ടത്? 24 × 30 കാണാണ് വേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ 24 × 30 കാണുക? നമുക്ക് ഒരു എളുപ്പത്തിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 24 എന്നുള്ളതിനെ നമുക്ക് 20 + 4 എന്ന് കൊടുക്കുക അല്ലേ. എന്നിട്ട് അതിനെ 30 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 20 + 4നെ 30 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 20ന് 30 കൊണ്ട് ഗുണിക്കണം, 4ന് 30 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 20 × 30 + 4 × 30 എന്ന് എഴുതാം അല്ലേ. ഇനി 20നെ 30 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 20നെ 30 കൊണ്ട് എങ്ങനെ ഗുണിക്കുക? 2നെ 3 കൊണ്ട് ഗുണിക്കുക. 2 3 എത്രയാണ്? 6 അല്ലേ. എന്നിട്ട് 2ൽ ഓരോ 0, 20ലും 30ലും ഓരോ 0, 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 600 എന്ന് കിട്ടും. 20നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക? 600 എന്ന് കിട്ടും. അതുപോലെ 4നെ 30 കൊണ്ട് ഗുണിക്കുമ്പോഴോ 4നെ 3 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ഒരു 0 അല്ലേ ഇതിലുള്ളത്. അപ്പോൾ ആ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. 4 3 എത്രയാണ്? 12 ആണ്. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 120 എന്നും ആവും. അപ്പോൾ 600 + 120 എന്ന് കിട്ടിയില്ലേ. ഇനി 600ക്ക് 120 കൂട്ടിയിട്ട് എഴുതുക. 600ക്ക് 120 കൂട്ടുമ്പോൾ എത്രയാണ്? 600ക്ക് 100 കൂട്ടിയാൽ 700 അല്ലേ. അപ്പോൾ 20ഉം കൂടെ കൂട്ടിയാൽ 720 അല്ലേ. 600ക്ക് 120 കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 720 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് രമ സ്റ്റോറിൽ നിന്ന് 30 നോട്ട് ബുക്കുകൾ ഒരു നോട്ട് ബുക്കിന് 24 രൂപ വെച്ച് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 720 രൂപ കൊടുക്കണം. ഓക്കെ അല്ലേ. ഇനി നമുക്കിതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ സി നോക്കാം. 30 × 24 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മളിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? 24 എന്നുള്ളതിനെ 20 + 4 എന്ന് കൊടുത്തു അല്ലേ. എന്നിട്ട് 2നും 20 കൊണ്ടും 30നെ ഗുണിച്ചു, 4 കൊണ്ടും 30നെ ഗുണിച്ചു. അപ്പോൾ ഇതിലില്ലേ ഓപ്ഷൻ ബി എന്താണ്? 20 × 30 + 4 × 30 ആണ്. അപ്പോൾ അതാണ് എന്ത് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്. മറ്റേതൊന്നും കറക്റ്റ് അല്ല. നോക്കി നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഏതാണ്? 3 × 24 + 10 × 24. അതിൽ പിന്നെ 24 കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ 3ഉം 10ഉം ആണ്. 3ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്?
പിന്നെ 13 വരുന്നുള്ളൂ, 30 അല്ല. 30 വന്നാലേ നമുക്കത് കറക്റ്റ് ആവുള്ളൂ. ഇത് 13 വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി ഓപ്ഷൻ സി എന്താണ്? 30 × 25 × 1 × 25 എന്നൊക്കെയാണ്. അതും കറക്റ്റ് അല്ല, അതും തെറ്റ് തന്നെയാണ്. പിന്നെ അടുത്തതോ 3 × 24 + 10 × 4 എന്നാണ് അല്ലേ. അപ്പം അതും എന്തല്ല, 30 × 24 തുല്യമല്ല. അപ്പോൾ 30 × 24 തുല്യമായത് ഏതാണ്? ആ ഓപ്ഷൻ ബി ആയിട്ടുള്ള 20 × 30 + 4 × 30 എന്ന് പറഞ്ഞാൽ അതാണ് ഈ സി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത പ്രവർത്തനം എന്താ നോക്കൂ. സ്കെയില്, മട്ടം എന്നിവ ഉപയോഗിച്ച് താഴെയുള്ള ചിത്രം തന്നിട്ടുള്ള അളവിൽ വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് അളവുകളും തന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു ഇത് പിന്നെ നമ്മൾ സ്കെയിലും മട്ടം ഉപയോഗിച്ചിട്ട് വരയ്ക്കണം. ഇതെങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾക്കറിയില്ലേ? ആദ്യം നമ്മളൊരു ലൈന് വരയ്ക്കുക, എന്നിട്ട് അതിൽ 5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കണം. ശേഷം നമുക്ക് ഈ മട്ടം നീക്കി വെച്ചിട്ട് ഈ ഒരു സൈഡിലും ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ വരച്ച വരയില്ലേ, അതിൻ്റെ ലെങ്ത്ത് 4 എൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് അല്ലേ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് 4 സെൻറ്റിമീറ്ററിൽ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുക. 2 വരമ്പലും 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലൊരു വര വരച്ചു കൊടുത്താൽ എന്ത് കിട്ടും? നമുക്കൊരു ചതുരം കിട്ടും അല്ലേ. അതിനുശേഷം നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെയുള്ള അധികമുള്ള ഭാഗമൊക്കെ മായ്ച്ച് കളഞ്ഞാൽ ഇപ്പം നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടെ വരയ്ക്കണം. ഇനി ഇതിൻ്റെ ബാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയർ നമ്മൾ മുകളിൽ വെച്ചത് കാണുന്നില്ലേ, ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അളവ് കിട്ടും. എന്നിട്ട് അതിൽ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര കൂടി വരയ്ക്കുക. ഇനി നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ വര ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് അവിടെ അതുപോലെ 2 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു വശം കിട്ടൂലേ. എന്നിട്ട് ആ ഒരു വര, ആ 2 സെൻറ്റിമീറ്ററിൽ 2 വര വരച്ചില്ലേ, അത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചാൽ മുകളും നമുക്ക് പൂർത്തിയാകും. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരച്ച ആ വരയല്ലേ, അതൊന്ന് മായ്ച്ച് കളയാം. ഇനി നമുക്ക് സെറ്റ് സ്ക്വയറിനെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് താഴേക്ക് 4 സെൻറ്റിമീറ്ററിൽ ഒരു വരയും കൂടിയും വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴ്ഭാഗം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം പൂർത്തിയായില്ലേ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. 24 × 15 = 360 ആണ്. താഴെ തന്നിരിക്കുന്നവ മനക്കണക്കായി കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടൊരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തത് എന്താണ്? 240 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 24 × 15 360 ആണെങ്കിൽ 240 × 15 എത്രയായിരിക്കും? ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 360ക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അതായത് 3600 എന്നാണ് നമുക്ക് ആൻസർ എഴുതുക. അതായത് 24 കഴിഞ്ഞിട്ടൊരു 0 ഇട്ടപ്പോഴാണ് 240 ആയത് അല്ലേ. അപ്പം നമ്മൾ ആൻസറിൽ അതായത് ഗുണിക്കുമ്പോഴും എന്താണ് ചെയ്യുക? ആ കിട്ടിയ ഉത്തരത്തേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏത് സംഖ്യയാണെങ്കിലും നമുക്ക് ഒരു 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 0 ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ 24നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 240 ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരത്തിലും എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. അതായത് ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 25 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 25 × 15 എത്രയാണ്? നോക്കൂ, 24 15 360 ആണെങ്കിൽ 25 15 എത്രയായിരിക്കും? ഒരു 15 കൂടി കൂട്ടിയതില്ലേ. 360ക്ക് ഒരു 15 കൂടി കൂട്ടിയത്. 24 15 360. അങ്ങനെയാണെങ്കിൽ 25 15 എന്ന് പറയുന്നത് ആ 360ക്ക് ഒരു 15 കൂടി കൂട്ടിയത്. അപ്പോൾ എത്രയാണ് കിട്ടുക? 375 എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇതിൽ സി എന്താണ്? 23 × 15 എത്രയാണെന്നാ അല്ലേ. 24 15 360 ആണെങ്കിൽ 23 15 എത്രയായിരിക്കും? 360 ഒരു 15 കുറച്ചത് അല്ലേ. 24 15 360. അങ്ങനെയാണ് 23 15 എത്രയാണ്? 360 ഒരു 15 കുറച്ചത്. അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ 360 ഒരു 15 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 345 അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ 345 എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്? ക്വസ്റ്റ്യൻ ഡി എന്താണ്? 24 × 16 ചോദിച്ചിട്ടുള്ളത്. 24 × 15 360 ആണെങ്കിൽ 24 × 16 കാണാൻ എന്താ ചെയ്യേണ്ടത്? 24നെ 15 പ്രാവശ്യം എഴുതി കൂട്ടണതല്ലേ 360 എന്ന് പറയുന്നത്. അപ്പോൾ 24നെ 16 പ്രാവശ്യമാണ് എഴുതി കൂട്ടണമെന്ന് വെച്ചെങ്കിലോ 360ക്ക് ഒരു 24 കൂടിയല്ലേ കൂട്ടേണ്ടത്. അപ്പോൾ 360ക്ക് ഒരു 24 കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 384 എന്ന് കിട്ടൂലേ. 60ഉം 24 360ഉം 24 എത്രയാണ്? 384 എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇനി ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഇ എന്താണ്?
24x15 തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാ നോക്കൂ, അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? 12x2x15 എന്നാണ് അല്ലേ. അപ്പോൾ അതിൽ 15 നമുക്കുള്ളത് 24x15 തുല്യമല്ല അല്ലാത്തതല്ലേ ചോദിച്ചത്. അപ്പോൾ അതിൽ 15 അതിൽ തന്നെ ഉണ്ട്. ബാക്കി എത്രയൊക്കെ ഉള്ളത്? 12x2 ആണ്. അത് 24 തന്നെയാണല്ലോ. 12x2 പറഞ്ഞാൽ 12 12 24 അല്ലേ. 12x2 പറഞ്ഞാൽ 24 അപ്പോൾ 24x15 തുല്യമാണ് അത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓപ്ഷൻ എ അല്ല. ഇനി അടുത്തത് നോക്കൂ, 24x3x5 എന്നാണ്. അപ്പോൾ അതിലുള്ള ചോദ്യത്തിൽ വരേണ്ട 24 അതിൽ തന്നെ ഉണ്ട്. പിന്നെ 15 ഉണ്ടോ നോക്കിയാൽ മതി. 3x5 എത്രയാണ്? 15 അപ്പോൾ അതുകൊണ്ട് അതും എന്താണ്? തുല്യം തന്നെയാണ്. അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല. പിന്നെ അടുത്തത് എന്താ നോക്കൂ, 12x30 ആണ് അല്ലേ. 12x30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12x3 എത്രയാണ്? 12x3 പറഞ്ഞാൽ 36 അല്ലേ. 10 3 30 ആണ് അല്ലേ. 2 3 6 ആണ്. അങ്ങനെ 12 3 എന്ന് പറഞ്ഞാൽ 36 നമുക്കറിയാം. ഇനിയോ 12 3 36 ആണെന്ന് പറഞ്ഞു. 12 30 എത്രയാണ്? ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക അല്ലേ. 36ക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 12x30 എന്ന് പറഞ്ഞാൽ 360 തന്നെയാണ്. അപ്പം അതും എന്താണ്? തുല്യമല്ലാത്തതല്ല, അത് തുല്യം തന്നെയാണ്. അതുകൊണ്ട് അതും നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ ഏതാണുള്ളത്? ഓപ്ഷൻ 25x14 ആണ് അല്ലേ. അപ്പം അതെന്തായാലും എന്തായിരിക്കും? തുല്യമല്ലാത്തത് തന്നെ ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ തുല്യമായതുകൊണ്ട് തുല്യമല്ലാത്തത് എന്ത് തന്നെയായിരിക്കും? 25x14 തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സൈഡിലൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 25x14 എന്താണ്? 24x15 തുല്യമല്ല. അതായത് 360 അല്ല, നമുക്ക് 25x14 ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. അതെനിക്കൊരു കുട്ടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ വാട്സപ്പ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ കുറവാണ്. അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൽ ചില മേഖലകൾക്ക് അനുവദിച്ചിരിക്കുന്ന തുക പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പട്ടികയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ക്രമ നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മേഖല ഏതാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തുക എത്രയാണെന്നും തന്നിട്ടുണ്ട്. മേഖലയിൽ ആരോഗ്യമുണ്ട്, കൃഷിയുണ്ട്, കുടിവെള്ളം, റോഡ് വികസനം, അതുപോലെ വിദ്യാഭ്യാസം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തുക അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കുറവ് തുക അനുവദിച്ചിരിക്കുന്നത് ഏത് മേഖലക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മേഖലയും തുകയും ഒന്ന് കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്ന് വലുതാക്കിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൽ ഏതാണ് ഏറ്റവും കുറവ് തുകയുള്ളത്? ഏറ്റവും ചെറിയ സംഖ്യ ഉള്ളത് ഏതാണ് ഇതിൽ? അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എത്ര അക്കുണ്ട് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് കാണുന്നത് ഏതാണ്? ആ മൂന്നാമത്തത്, അതായത് കുടിവെള്ളത്തിൻ്റെ നേരെയുള്ളതല്ലേ ഏറ്റവും കുറവ് എണ്ണം കാണുന്നത്. അത് എത്രയാണെന്നൊന്ന് എണ്ണി നോക്കൂ. സ്ഥാനവില അനുസരിച്ചൊന്ന് നോക്കുമ്പോൾ 1, 10, 100, 1000, 10000, ലക്ഷം അല്ലേ. 9 ലക്ഷം. ലക്ഷമാണ് സ്ഥാനവില. 9ൻ്റെ സ്ഥാനവില എത്രയാണ്? ലക്ഷമാണ്. അപ്പോൾ 9,60,60,428 എന്നാണ് അത് വായിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും കുറഞ്ഞ തുക അനുവദിച്ചിരിക്കുന്നത്. അതായത് ഏതാണ് മേഖല? അപ്പോൾ എൻ്റെ ആൻസർ നമുക്ക് കുടിവെള്ളം എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ബി എന്താ നോക്കൂ. 1 കോടിയിൽ കൂടുതൽ തുക മാറ്റിവെച്ച മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതിലേതാണ് 1 കോടിയിലധികം ഉള്ളത് എന്ന് നോക്കണം. അപ്പം അത് ചെയ്യാൻ വേണ്ടി നമുക്ക് 1 കോടിയിൽ എത്ര അക്കങ്ങളുണ്ട് നോക്കാം. നോക്കൂ, സ്ഥാനവില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. കോടി എന്ന് പറയുമ്പോഴേക്ക് 8 ആയില്ലേ. 8 അക്കങ്ങൾ ഉണ്ടെങ്കിലാണ് അതെന്താവുള്ളൂ? കോടിയാവുള്ളൂ. അപ്പോൾ 8 അക്കങ്ങളുള്ളതൊക്കെ നമുക്ക് എന്താണ്? കോടിയിലധികം ഉള്ളതാണ് പറയാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഓരോ മേഖലയായിട്ട് നോക്കാം. ആരോഗ്യത്തിൻ്റെ മേഖലയിൽ എത്ര അക്കങ്ങളാണുള്ളത് നോക്കൂ. 1 കോടിയിലധികം ഉണ്ടോ? ഇല്ല അല്ലേ. അത് 7 അക്കങ്ങളേ ഉള്ളൂ. അത് 1 കോടി ആയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ അടുത്തത് കൃഷിയാണ്. കൃഷിക്ക് എത്ര അക്കങ്ങളുണ്ട്? 8 അക്കങ്ങളുണ്ട് അല്ലേ. അതായത് 1,20,40,45,750 കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയാണ്, അത് എഴുതാൻ പറ്റും. കൃഷി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അടുത്തതോ, കുടിവെള്ളത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതും ചെറിയ സംഖ്യയാണ്. അപ്പോൾ അതും പറ്റില്ല. പിന്നെ അടുത്തത് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് എത്ര അക്കങ്ങളാണുള്ളത് നോക്കൂ. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി ഉണ്ട് അല്ലേ. അതായത് 8 അക്കങ്ങളുണ്ട്. 1,20,20,310 രൂപയാണ് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ നമുക്ക് കൃഷി എഴുതാൻ പറ്റും, അതുപോലെ റോഡ് വികസനം എഴുതാൻ പറ്റും. പിന്നെ എന്താ തന്നിട്ടുള്ളത്? വിദ്യാഭ്യാസം
വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്ര അക്കങ്ങളാണുള്ളത്? അത് 8 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതും നമുക്ക് പറ്റില്ല. അപ്പം നമുക്ക് എഴുതാൻ പറ്റിയത് ഏതൊക്കെയാണ്? കൃഷിയും റോഡ് വികസനമാണ്. അതായത് ആ ക്വസ്റ്റ്യൻ ബി ഇല്ലേ, 1 കോടിയിൽ കൂടുതൽ തുക മാറ്റിവെച്ച മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എന്തെഴുതാം? കൃഷിയെന്നും റോഡ് വികസനം എന്നും എഴുതാം. ഇനി ഇതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. പട്ടികയിൽ 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ തുക നീക്കിവെച്ച മേഖല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആ പട്ടിക ഒന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ആ പട്ടികയിൽ നോക്കൂ, 50 ലക്ഷത്തിൻ്റെയും 60 ലക്ഷത്തിൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ്? 58,25,000 എന്ന് പറഞ്ഞൊരു സംഖ്യ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അത് ഏത് മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്? ആരോഗ്യത്തിന് വേണ്ടിയിട്ടില്ലേ. ബാക്കി ഏതെങ്കിലും ഉണ്ടോ? 50 ലക്ഷത്തിൻ്റെയും 60 ലക്ഷത്തിൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കൂ. ഏതുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഴുതേണ്ടത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് 58 ലക്ഷത്തി, അതായത് 50ൻ്റെയും 60ൻ്റെയും ഇടയിൽ വന്നിട്ട് 50 ലക്ഷത്തിൻ്റെയും 60 ലക്ഷത്തിൻ്റെയും ഇടയിൽ വന്നിട്ടുള്ളത് ഏതിന് വേണ്ടിയിട്ടാണ്? ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ഡി നോക്കൂ. പട്ടികയിൽ നിന്ന് 10 മില്യണിന് താഴെയുള്ള ഏതെങ്കിലും ഒരു തുക എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് 10 മില്യൺ എന്ന് പറഞ്ഞാൽ? എന്താ 1 മില്യൺ എന്ന് പറഞ്ഞാൽ? 10 ലക്ഷമാണ് അല്ലേ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ 10 മില്യൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ലക്ഷത്തിക്ക് ഒരു പൂജ്യം കൂടിയിട്ട്, അതായത് 1 കോടി. 1 കോടിക്കാണ് 10 മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ 10 മില്യണിന് താഴെയുള്ള ഏതെങ്കിലും ഒരു തുക എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10 മില്യണിൻ്റെ താഴെ, അതായത് 1 കോടിക്ക് താഴെയുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ആ സംഖ്യയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഏത് മേഖലയാണ് എന്നല്ല എഴുതേണ്ടത്. അപ്പോൾ നോക്കൂ, ഞാൻ ആ സംഖ്യകൾ പിന്നെ പട്ടികയിലുള്ള അതൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതാണ് എഴുതേണ്ടത് നോക്കൂ. 1 കോടിക്ക് താഴെയുള്ള 3 ഇതിലുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ആ ഒന്നാമത്തതും 1 കോടിൻ്റെ താഴെയാണ്, അതുപോലെ മൂന്നാമത്തതും 1 കോടിൻ്റെ താഴെയാണ്, പിന്നെ 5ാമത്തതും 1 കോടിൻ്റെ താഴെയാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും നിങ്ങൾക്ക് ശരി ഉത്തരമായിരിക്കും. ഞാനതിൽ പിന്നെ ഫസ്റ്റത്തത് എഴുതുന്നുണ്ട്. അതായത് 58,25,000 എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ വേറെ ഏത് എഴുതാം? 9,60,428 എന്ന് എഴുതാം. അതല്ലെങ്കിലോ 32,95,246 എന്നും എഴുതാം അല്ലേ. ഇതിൽ 3ൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് ശരി ഉത്തരമാണ്. ആ പട്ടികയിലുള്ള ഒന്നാമത്തെയോ മൂന്നാമത്തെയോ 5ാമത്തെയോ ഏതെങ്കിലും ഒരു സംഖ്യ എഴുതിയാൽ മതി. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ഇ നോക്കൂ. പട്ടികയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടി നീക്കിവച്ചിരിക്കുന്ന തുകയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്തൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത് നോക്കൂ. ആകെ നീക്കി വെച്ചിരിക്കുന്ന തുകയാണ്. അതിന് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണെങ്കിലും ശരി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് 1 കോടിക്കും 2 കോടിക്കും ഇടയിലാണ്. രണ്ടാമത്തത് 2 കോടിക്കും 3 കോടിക്കും ഇടയിലാണ്. മൂന്നാമത്തത് 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ്. പിന്നെ 4 കോടിക്ക് മുകളിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നോക്കാൻ വേണ്ടിയിട്ട് ആ പട്ടിക ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമുക്കിത് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം അല്ലേ. എല്ലാ സംഖ്യകളും ഒന്ന് കൂട്ടി നോക്കാം. എത്രയാണ്? ആദ്യത്തെ സംഖ്യ എത്രയാണ്? 58,25,000. അതുപോലെ 1,20,40,750 കൂട്ടണം. പിന്നെ എത്രയാ? 9,60,428 കൂട്ടണം. 1,05,20,310 കൂട്ടണം. 32,95,246 അല്ലേ. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3,26,46,734 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 3 കോടിൻ്റെ മുകളിലാണ്, എന്നാലോ 4 കോടിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് എഴുതാൻ പറ്റുന്നത്? ആൻസർ എന്താണ്? 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ് എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റൂലേ. ഇനിയിപ്പോൾ നിങ്ങൾ കൂട്ടിയാൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാലും ഈ 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ് നമ്മൾ ആൻസർ എഴുതിയാൽ നമുക്കതിന് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.